ഓക്കെ. ആദ്യമായിട്ട് ഓക്കെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ്. എക്സ്പീരിയൻസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്. 1998 ഒരു പാർട്ണർഷിപ്പ് നമ്മോട് കൂടി ആരംഭിച്ചു. 2008 അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഇന്ന് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഒരുപാട് ചെറുതും വലുതുമായ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കെല്ലാം അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളൊക്കെ നിർമ്മിച്ച് സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇന്റഗ്ര ERP എന്ന ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്ന ഒരു IT കമ്പനി. ആ കമ്പനിയുടെ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ്. ഈ കമ്പനിയുടെ പേര് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. അപ്പൊ ഈ സെഞ്ചുറി ഗേറ്റിന്റെ ഒരു പുതിയ പ്രൊഡക്റ്റ് 2021 ഈ ലോകത്തിലേക്ക് തന്നു. അവസാനമില്ലാത്തൊരു പ്രൊഡക്റ്റ്. ലോകത്തിലെ എല്ലാവർക്കും വേണ്ടത്. ഒരു വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ ആ 10 പേർക്ക് നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ട ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് ഈ കമ്പനി നമ്മളിലേക്ക് തന്നിരിക്കുന്നത്. സേവ് ആപ്പ് പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യും. കുട്ടികൾക്കും ഏജിലുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ മണി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, നമ്മുടെ പേഴ്സണാലിറ്റി, ഡ്രീം ഇതൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ സപ്പോർട്ട് ചെയ്യും. അതെങ്ങനെ ഉപയോഗിക്കണം ട്യൂട്ടോറിയൽ ആപ്ലിക്കേഷനുള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച്. അതല്ലെങ്കിൽ നമുക്ക് മീറ്റിങ്ങുകൾ ഉണ്ട്, അതല്ലെങ്കിൽ ബിസിനസ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ചാനലിൽ നമ്മൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് പേയ്മെന്റ് റെസിപ്റ്റ്, വരവ് ചെലവ് കണക്കുകൾ എങ്ങനെ ഫോളോ അപ്പ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം, എങ്ങനെ ഡിജിറ്റൽ ബില്ല് നിർമ്മിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനും പഠിപ്പിക്കാനും ഇന്റഗ്ര അക്കാദമി ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഈ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലും ഒക്കെ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഇന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്തുകൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്നില്ല? ജോലി ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, കാലത്ത് തൊട്ട് നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ജോലി ചെയ്യുമ്പോൾ നമുക്ക് സാലറി കിട്ടുന്നുണ്ട്, ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഇതൊന്നും കിട്ടാഞ്ഞിട്ടല്ല നമുക്ക് ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാൻ പറ്റാത്തത്. കൃത്യമായിട്ട് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ ആരും പഠിച്ചിട്ടില്ല, പഠിപ്പിക്കുന്നില്ല. സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി, നമുക്കൊരു സാമ്പത്തിക അച്ചടക്കമില്ല. 1000 കിട്ടിയാൽ 1000 കൂടി കടം വാങ്ങിയിട്ട് നമ്മൾ ചെലവാക്കുന്നു. 10,000 രൂപ സാലറി ഉണ്ടെങ്കിൽ ഒരു 5-10 ദിവസം കൂടെ അങ്ങ് തീർന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ റൺ ചെയ്യണമെങ്കിൽ കടം വാങ്ങിക്കുന്നു. എന്നാൽ മുൻ തലമുറ നോക്കിയാൽ അറിയാം, നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഉള്ളത് കൊണ്ട് ബാധ്യതകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവർ കൃത്യമായിട്ട് വരവ് ചെലവ് കണക്കുകൾ ഫോളോ അപ്പ് ചെയ്യുന്നവരായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ 1,00,000 സാലറി ഉണ്ടെങ്കിലും 1,00,000 രൂപ വരുമാനം ഉണ്ടെങ്കിലും നമുക്ക് ബാങ്ക് ബാലൻസ് ഇല്ല. നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് കിട്ടുന്ന വരുമാനം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആദ്യം നമ്മൾ സേവ് ചെയ്യാൻ പഠിക്കണം. ഒരു 1000 രൂപ ഒരു ദിവസം കൂലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10% നമ്മൾ മാറ്റി വെക്കണം. എത്ര പേര് അത് ചെയ്യുന്നുണ്ട്? ഇന്ന് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്. അവർക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള സ്റ്റെപ്പിലേക്ക് അവർ കടന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൃത്യമായിട്ട് ഇന്ന് ഈ പ്രോഗ്രാം കേൾക്കുന്ന ഓരോരുത്തരോടും പറയാ, ഇവിടെ ബിസിനസ് എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യും. അതിന് നമ്മുടെ പ്രൊഡക്റ്റ് സഹായിക്കും. ഏതൊരു ജോലിയോ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള 16ഓളം ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നു, ഒരുപാട് മാറ്റം. നമുക്കറിയാലോ, ഒരു മണി മാനേജ്മെന്റ് ഒക്കെ പഠിക്കണമെങ്കിൽ എത്ര ക്യാഷ് കൊടുക്കണം? ടൈം മാനേജ്മെന്റ്, നമ്മുടെ പേഴ്സണാലിറ്റി, ഡ്രീം, ഇതൊക്കെ പഠിക്കാനൊക്കെ നമുക്ക് ഒരുപാട് കാശ് കൊടുക്കണ്ടേ, ഡിജിറ്റൽ ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും. എന്നാൽ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ വാങ്ങിച്ച മൊബൈൽ ഉണ്ടല്ലോ, 10,000-ങ്ങളും ലക്ഷങ്ങളൊക്കെ കൊടുത്ത് വാങ്ങിയ മൊബൈല്
ഈ മൊബൈലിനുള്ളില് പ്ലേ സ്റ്റോറിൽ സേവ് ആപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. എല്ലാവരിലേക്കും കൊടുക്കാം. ലോകത്തിൽ എവിടെ ഉള്ളവർക്കും രജിസ്റ്റർ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഇന്ത്യൻ നമ്പർ മാത്രമല്ല രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക. ലോകത്തിൽ എവിടെയുള്ള നമ്പർ ആണെങ്കിലും രജിസ്ട്രേഷൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇത് എല്ലാവർക്കും വേണ്ടതാണ്. ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല, ഒരു ആപ്ലിക്കേഷൻ അല്ല ഇത്. ഒരു അറബിക്ക് വേണോ അറബിയിൽ ഉപയോഗിക്കാൻ പറ്റും. അവിടുത്തെ നമ്പർ കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എവിടെ ഉള്ളവർക്കാണെങ്കിലും പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ്. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷനെ നമ്മൾ പ്ലേ സ്റ്റോറിൽ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും രജിസ്റ്റർ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഒരു ഇൻവൈറ്റ് ചെയ്ത ആളുകളില്ലേ, നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. വെറും ഒരു പേരും ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും മതി, വേറെ ഒന്നും വേണ്ട. ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ കുറിച്ച് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് പറയാം. നിങ്ങൾ അതെല്ലാവരും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. നമ്മൾ ഫിസിക്കലായിട്ട് ഡയറി നോട്ട്ബുക്ക് ഒക്കെ ഇല്ലേ, അതിലൊക്കെ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിജിറ്റൽ ആയിട്ട് ഈ കമ്പനിയുടെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു. പല ആളുകളും പ്ലേ സ്റ്റോറിലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, പുതിയ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുവരെ അറിയാത്തതുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലാണ് ഈ ആപ്ലിക്കേഷൻ ഉള്ളത്. നോക്കിക്കോ, പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സേവ് ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. സേവ് ആപ്പ്. ഈ സേവ് ആപ്പിനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓപ്പൺ. ഓക്കെ, ഇതാണ് നമ്മുടെ സേവ് ആപ്പ് പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. ഈ ഒരു പ്രൊഡക്റ്റ് 2021 മുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഇതില് നമുക്ക് എല്ലാ ഭാഷയിലും യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, ഞാൻ ഇത് എങ്ങനെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം നമുക്ക് ഉപയോഗിക്കുന്നത്. അത് റൈറ്റ് സൈഡില് മുകളിൽ, അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്താൽ ഇത് ഓപ്പൺ ആകും. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്താൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. റൈറ്റ് സൈഡിൽ മുകളിൽ ഒരു ബ്ലാക്ക് കളർ കാണുന്നില്ലേ, ഒരു ചക്രം, അതിമ ടച്ച് ചെയ്യാം. അതിമ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ എന്ന് കാണിക്കും. ആ പ്രൊഫൈലില് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ മലയാളം. ആ മലയാളത്തിന്മ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലാംഗ്വേജ് മാറ്റാം. അപ്പൊ അറബിയിലാണെങ്കിൽ റൈറ്റ് സൈഡിൽ അടിയിൽ കാണാം അറബി. അപ്പൊ അറബി സെലക്ട് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് അത് അറബിയിലാണ് വരിക. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ ഇപ്പൊ മലയാളത്തിന് പകരം ഇവിടെ ഇംഗ്ലീഷ് എന്ന് കണ്ടോ. അതിനുശേഷം അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റ്. ഓക്കെ, ഇനി ഇവിടെ ഓക്കെ കൊടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായിട്ടുണ്ടാവും, ഫുള്ള് ഇംഗ്ലീഷ് ആയിട്ടുണ്ട്. കണ്ടോ. അപ്പൊ ഇങ്ങനെ നമുക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ തമിഴിലോ ഏത് ലാംഗ്വേജിലോ വേണോ അതിലേക്ക് നമുക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ഇതില് പേയ്മെന്റ്, റെസിപ്റ്റ്, വാലറ്റ്, ബഡ്ജറ്റ്, ബില്ലിംഗ്. പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെലവുകളാണ്, ചെലവുകൾ. റെസിപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വരുമാനമാണ്, വരുമാനം, നമ്മുടെ വരുമാനം നമ്മൾ നോട്ട് ചെയ്യുന്നത്. പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെലവുകൾ. അതേപോലെ തന്നെ വാലറ്റ്, അതേപോലെ തന്നെ ബഡ്ജറ്റ്. എങ്ങനെ നമുക്ക് ബഡ്ജറ്റ്, നമുക്ക് എന്തിനാണ് ബഡ്ജറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഡിജിറ്റൽ ബില്ലിംഗ്, എങ്ങനെയാണ് നമുക്ക് ബില്ല് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ അസറ്റ്, ലയബിലിറ്റി, നമ്മുടെ അസറ്റ് എന്തൊക്കെയുണ്ട്, ലയബിലിറ്റി, നമ്മുടെ ബാധ്യതകള്. അതേപോലെ തന്നെ ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ്, പാസ്വേഡ് മാനേജർ, ഡോക്യുമെന്റ് മാനേജർ, ടാസ്ക്, ഡയറി, ഡ്രീം. അതേപോലെ തന്നെ യൂട്ടിലിറ്റീസിൽ പോകുമ്പോൾ മൊബൈൽ റീചാർജ് ഉണ്ട്, DTH റീചാർജ് ഉണ്ട്. അതേപോലെ നമുക്ക് വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കി കൊടുക്കാം. അതേപോലെ തന്നെ വെബ്സൈറ്റ് ലിങ്ക്, എമർജൻസി നമ്പേഴ്സ്, ഇത്തരം കാര്യങ്ങളുണ്ട്. അപ്പൊ ഓരോന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഞാന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അതിലുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട്
ഞാനൊരു കാര്യം ഒന്ന് നോട്ട് ചെയ്യാം. ഇപ്പൊ ഇതൊന്ന് പറ്റുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരുന്നതാണ്. മണി മാനേജ്മെന്റ്, അഥവാ നമ്മൾ മണി മാനേജ്മെന്റ് നമുക്ക് ശരിക്കും നമുക്ക് കിട്ടണമെങ്കിൽ റെസിപ്റ്റ് പേയ്മെന്റ് ഇത് നിങ്ങൾ കറക്റ്റ് യൂസ് ചെയ്യണം. അതൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ ഇന്ന് കാണിക്കും, പറഞ്ഞു തരും. അത് ഉപയോഗിച്ചാൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത് നിങ്ങൾ നോക്കുക. വരവ് എത്രയാണെന്നും ചിലവ് എങ്ങനെയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് കറക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് ചെലവിനെ നിയന്ത്രിച്ച് സമ്പാദ്യം കൂട്ടാൻ സഹായിക്കും. ഈ ചെലവിനെ നിയന്ത്രിച്ചിട്ട് നമ്മുടെ സമ്പാദ്യം കൂട്ടാൻ സഹായിക്കും. അത് കറക്റ്റ് ആണ്. ഇന്ന് ഒട്ടുമിക്ക ആളുകൾ ഇത് ഉപയോഗിച്ച് അവരുടെ സമ്പാദ്യം കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സിസ്റ്റത്തിലുള്ള പല ജോലി ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ മണി കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് വാലറ്റ്. ഒരു മാസം ചിലവിന് വേണ്ടി വരുന്ന പണം മുൻകൂട്ടി തീരുമാനിച്ച് വാലറ്റിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ എത്ര ചിലവായി എന്നും എത്ര ബാക്കിയുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയും. അതിന് നമ്മളെ വാലറ്റ് സഹായിക്കും. ഇതേപോലെ തന്നെ മണി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ബഡ്ജറ്റ്. ചെലവുകൾ നിയന്ത്രണത്തിനപ്പുറം കവിയില്ലെന്ന് ഉറപ്പാക്കാൻ സാധിക്കുന്നു. പ്രതിമാസ വാർഷിക അടിസ്ഥാനത്തിൽ ആവശ്യമായി വരുന്ന ചെലവ് മുൻകൂട്ടി സജ്ജീകരിക്കാൻ സഹായിക്കും. ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ പറയാറുണ്ടായിരുന്നു, അല്ല ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ കാറ് സർവീസ് ചെയ്യുന്നതിനെ കുറിച്ച്, അതല്ലെങ്കിൽ ചാരിറ്റി, ഇങ്ങനെ പല കാര്യങ്ങൾ വെച്ച് ഞാൻ താരതമ്യം ചെയ്ത് പറയാറുണ്ട്. നമ്മൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. അതേപോലെ തന്നെ നമുക്ക് ബില്ലിംഗ് ആൻഡ് അക്കൗണ്ടിങ് എന്താണ്, നൽകുന്ന സേവനം. നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ സേവനം കൊടുക്കുന്നുണ്ട്, അതിന്റെ ബില്ലുണ്ടല്ലോ, നമ്മൾ പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബില്ല് ഡിജിറ്റലായിട്ട് നൽകാനും അക്കൗണ്ടിങ് ചെയ്തുകൊണ്ട് ബാലൻസുകൾ അറിയാനും സഹായിക്കും. അത് നമ്മളിപ്പോ ഒരു സ്ഥാപനങ്ങൾക്ക് ചില ആളുകൾ ചെറിയ ബുക്കിൽ ഇങ്ങനെ എഴുതി കൊടുക്കും, ബില്ല് എഴുതി കൊടുക്കും. അതിന് പകരം നമുക്ക് ഡിജിറ്റലായിട്ട് ബില്ല് കൊടുക്കാൻ പറ്റും ഈ സേവ് ആപ്പിലൂടെ. അതേപോലെ തന്നെ ഇംപ്രൂവ് യുവർ പേഴ്സണാലിറ്റി. ടാസ്ക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് കറക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ കടമകളും ഉത്തരവാദിത്തങ്ങളും ഓർമ്മിപ്പിക്കുക വഴി നമ്മുടെ വ്യക്തിത്വവും ആത്മവിശ്വാസവും ഉയർത്തിപ്പിടിക്കുക ചെയ്യാണ് ചെയ്യുന്നത്. ഏത് നമ്മൾ ഈ ടാസ്ക് എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ ഡയറി നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിന്തകളെയും ജീവിതത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെയും അനുഭവങ്ങളെയും എഴുതി സൂക്ഷിക്കാനും അതിന് സാധിക്കാത്തവർക്ക് ശബ്ദം നൽകിക്കൊണ്ട് എഴുത്ത് രൂപത്തിൽ സൂക്ഷിക്കാനും പറ്റുന്നു. ഇത് കഴിഞ്ഞ കാലങ്ങളിലെ പ്രധാന സംഭവങ്ങൾ ഓർത്തെടുക്കാൻ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ്. ശരിക്കും അടിപൊളിയാണ്. നമ്മളൊക്കെ ഇന്ന് തിരക്ക് അല്ലെ, ഭയങ്കര തിരക്കുള്ള ആളുകളാണ്, നമുക്ക് എഴുതാനൊന്നും സമയമില്ല. എന്നാൽ നമുക്ക് നമ്മുടെ ചിന്തകളും ജീവിതത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ എഴുതി സൂക്ഷിക്കാനും അതിന് സാധിക്കാത്തവർക്ക് ജസ്റ്റ് ഇങ്ങനെ വോയിസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അതിങ്ങനെ കറക്റ്റ് ടെക്സ്റ്റ് ആയിട്ട് വന്ന് അത് നമുക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനും അതിനെ നമുക്ക് PDF ആയിട്ട് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കാനൊക്കെ നമ്മുടെ ഈ സേവ് ആപ്പ് നമ്മെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്താണ്, ഡ്രീം. നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ചാടി കളിക്കല്ലേ, എന്തിന് ആ ഡ്രീം, അല്ലെ ഞാനും വാങ്ങും ഞാനും ആകും അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോ കണ്ടത് കൊണ്ടൊന്നും മോട്ടിവേഷൻ ക്ലാസ് കേട്ടത് കൊണ്ടൊന്നും ഒരാൾക്കും ഡ്രീമിലേക്കൊന്നും എത്താൻ പറ്റില്ല. എത്താൻ പറ്റണമെങ്കിൽ അതിനൊരു ഒരു 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 പ്രോഗ്രാം ഉണ്ട്. അത് സേവ് ആപ്പ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡ്രീം. ജീവിതത്തില് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ വിജയത്തിന് വിപുലമായ ആസൂത്രണം ആവശ്യമാണ്. ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ആസൂത്രണം ചെയ്യാനും ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഈ ഫീച്ചർ നമ്മെ സഹായിക്കുന്നു. ഇത് ഞാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഒരുപാട് നിങ്ങൾക്കൊക്കെ ഇതിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ഇത് സ്ക്രീൻ ഷെയർ ചെയ്ത് എങ്ങനെ നമ്മൾ ഡ്രീം സെറ്റ് ചെയ്യണം, എങ്ങനെ ഡ്രീമിലേക്ക് എത്തണം എന്നുള്ളതൊക്കെ നൂറുകണക്കിന് പ്രോഗ്രാം തന്നിട്ടുണ്ട് ദിവസങ്ങളായിട്ട്. അതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട്. ഇന്ന് ഈ മീറ്റിംഗിൽ കേൾക്കുന്ന, ഈ പ്രോഗ്രാം കേൾക്കുന്ന ഓരോരുത്തരോടും പറയാ, സേവ് ആപ്പിനുള്ളിൽ പോയാൽ ഡ്രീം എന്ന് പറയുന്ന ആ ഫീച്ചർ നിങ്ങൾ യൂസ് ചെയ്യുക, ഉപയോഗിക്കുക. അതേപോലെ തന്നെ അസറ്റ്, സമ്പത്തുകളുടെ മൂല്യം കണക്കാക്കുന്നതിനും കാത്തു സൂക്ഷിക്കുന്നതിനും സഹായിക്കുന്നു. ഇത് നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും. അത് അസറ്റ് എന്ന് പറയുന്ന ഫീച്ചർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും. അതേപോലെ തന്നെ ലയബിലിറ്റി,
നമ്മുടെ ബാധ്യതകളുണ്ടല്ലോ, നമ്മുടെ ബാധ്യതകൾ എന്തൊക്കെയാണെന്നും അതിന്റെ തവണകൾ എപ്പോഴൊക്കെയാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ലയബിലിറ്റി ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ കടങ്ങൾ നമ്മൾ അറിയണം, നമുക്ക് ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, എങ്ങനെയൊക്കെ കൊടുക്കാനുണ്ട്, എന്തിൻ്റെയൊക്കെ അടവുകൾ അടക്കാനുണ്ട്, ഇതൊക്കെ കറക്റ്റ് നമ്മൾ നോട്ട് ചെയ്യണം. എന്നിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, നമുക്ക് അതിന് കുറയ്ക്കാൻ പറ്റും, അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യും, നമുക്ക് അത് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അസറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അസറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനല്ല പറയണ്ടേ, അങ്ങനെ ഒരു പ്രോഗ്രാം അല്ല. നമ്മള് നമ്മുടെ നിക്ഷേപങ്ങൾ എത്രയാണെന്നും, എവിടെയെങ്കിലൊക്കെ നമ്മൾ ആരെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സേവ് ആപ്പിൽ പ്രോ വാങ്ങിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള കമ്പനികളിലോ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്രോപ്പർട്ടി ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ നിക്ഷേപങ്ങൾ എത്രയാണെന്നും അത് എവിടെയാണെന്നും നമുക്ക് ട്രാക്ക് ചെയ്യാം. തവണകളും അപ്ഡേറ്റുകളൊക്കെ നമുക്ക് ഓർമ്മിപ്പിക്കാൻ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഇനി ഇതിലൂടെ ഇൻഷുറൻസ് അടക്കുന്നു, അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം അല്ല. എന്താണ്, ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലൊക്കെ വന്നിട്ട് പറയാ നല്ലൊരു പിന്നെ ഇത് വന്നിട്ടുണ്ട്, ഒരു പ്രോഗ്രാം ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, അത് നീ എടുക്ക്, നല്ലതാണ്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കും. നല്ല കാര്യമാണ്, ഇൻഷുറൻസ് ഒക്കെ എടുത്തിടണം എല്ലാവരും. അപ്പൊ ഈ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് വന്ന് പറഞ്ഞ് 2 മാസമൊക്കെ അവര് നല്ലോണം ഫോളോ അപ്പ് ചെയ്യും, കാശ് വാങ്ങിച്ച് അടക്കും ചെയ്യും. പിന്നീട് അത് അങ്ങ് ഇട്ടുവെക്കും. ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ, പറയുമ്പോ അങ്ങ് വേഗം കയറി നിൽക്കുകയൊക്കെ ചെയ്യും. 2-3 മാസം പണക്കം അങ്ങ് അടക്കും. പിന്നെന്ത് ചെയ്യും, ആ നമ്മളോട് പറഞ്ഞിട്ടുള്ള ആള് പിന്നെ വരൂല. അവർക്ക് വേറെ എന്തെങ്കിലും ജോലി കിട്ടിയോ അല്ലെങ്കിൽ പ്രൊമോഷനായി പോയി കഴിഞ്ഞാൽ നമ്മളത് അങ്ങ് ഇട്ട് വീണ് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രിയപ്പെട്ട നമ്മൾ എന്താണ് ശ്രദ്ധിക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ കറക്റ്റ് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഇത് നമ്മൾ അടക്കുവാനുള്ള പല വിധത്തിലുള്ള തവണകളെ പറ്റി ഓർമ്മിപ്പിക്കും. നമ്മൾക്ക് കറക്റ്റ് റിമൈൻഡിങ് തരും സേവ് ആപ്പ്, നിങ്ങൾ കറക്റ്റ് അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇൻഷുറൻസ് ഒക്കെ പോലത്തെ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്നു ആര്, സേവ് ആപ്പ്. അതേപോലെ തന്നെ സേവ് ടൈം, നമുക്ക് നമ്മുടെ ടൈമിനെ സേവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഭാഗം. ഇപ്പൊ നമ്മള് അത്യാവശ്യ ഘട്ടങ്ങളിൽ ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, അതല്ലെങ്കിൽ മറ്റുള്ള ഓരോ ഡോക്യുമെന്റ്സ് അല്ലേ, ഇതൊന്നും നമുക്ക് മൊബൈൽ ഉണ്ടാകും, അല്ല, 100 1000 ഫോട്ടോസ് ഒക്കെ ഉള്ളതിന്റെ ഇടയിൽ എവിടെയെങ്കിലൊക്കെ കിടക്കുന്നുണ്ടാകും. പക്ഷെ നമ്മൾ അത്യാവശ്യം നേരത്തെ നോക്കിയാൽ ഒരു ആധാർ കാർഡും ഉണ്ടാവില്ല, ഒരു പാൻ കാർഡും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ വിലപ്പെട്ട ടൈമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സേവ് ആപ്പ് നമ്മുടെ ടൈം സേവ് ചെയ്യാൻ സഹായിക്കുന്നത് എങ്ങനെയാ, ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ എല്ലാ പ്രധാന രേഖകളും ഒരിടത്ത് സൂക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് നമ്മുടെ സമയം ലാഭിക്കുകയും ജോലി എളുപ്പമാക്കുകയും ചെയ്യും. നമുക്ക് എത്ര കണ്ട് ഡോക്യുമെന്റ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് സേവ് ആപ്പിൽ സേഫ് ആക്കി വെക്കാൻ പറ്റും. വീണ്ടും ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ചില ആളുകളുണ്ടാവും, പ്രത്യേകിച്ച് കൂടുതൽ സംസാരിക്കുന്ന ആളുകൾ പറയും ഇത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഒറ്റ വാക്കേ പറയാനുള്ളൂ, നിങ്ങൾ മൊബൈൽ ഫോൺ എത്ര കണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നു അത്ര കണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂ കേട്ടോ. നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട്, അല്ല, ഷെയർ ചെയ്യുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, അയക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ട് ഇത് സേഫ് ആണെന്ന്? കറക്റ്റ് അല്ലേ? അതേപോലെ ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷനും ഇല്ല. അത് നമ്മുടെ മൊബൈല് ഗൂഗിളിലാണ് ഇതെന്ത് ചെയ്യുന്നത്, ഗൂഗിൾ ഡ്രൈവിലാണ് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ഇതിൽ വേറെ ഒരു സംഭവം ഇല്ല കേട്ടോ. അത് കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ ഡോക്യുമെന്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അടുത്തത് ഡ്രീം നമ്മൾ പറഞ്ഞു. അടുത്തത് നമുക്ക് പാസ്വേഡ് മാനേജർ. നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് പാസ്വേഡ് മാനേജർ ഉണ്ട്. ഇപ്പോ ഇതിൽ തന്നെ അറിയാം, ഒരുപാട് ആളുകൾ ചില സമയത്ത് പാസ്വേഡ് മറന്നു പോകും. നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, എന്നിട്ട് പോലും മറന്നു പോകുന്ന ഒരു കാലമാണ്. എന്നാൽ ഇന്ന് ഒരുപാട് പാസ്വേഡുള്ള കാലാണ്, അല്ലേ? എങ്കിൽ നമ്മൾ ഓൺലൈനിൽ ഉപയോഗിക്കുന്ന എല്ലാ ഡിജിറ്റൽ കാർഡുകളുടെയും ആപ്ലിക്കേഷനുകളുടെയും എല്ലാ പാസ്വേഡുകളും സൂക്ഷിക്കാൻ ഇത് സഹായിക്കും, പാസ്വേഡ് മാനേജർ. അത് കഴിഞ്ഞാൽ വിസിറ്റിംഗ് കാർഡ്, എമർജൻസി നമ്പർ, അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ലിങ്കുകൾ, ഇതൊക്കെ സേവ് ചെയ്യാൻ ആര് സഹായിക്കും? ഈ സേവ് ആപ്പ് സഹായിക്കുന്നുണ്ട്.
മൊബൈൽ റീചാർജ് ആൻഡ് DTH റീചാർജ്. ഇത് കൂടാതെ ഈ പ്രോഗ്രാം കേൾക്കുന്നവരോട് പറയാം, 24ഓളം സർവീസ് ഇനി ഈ ആപ്ലിക്കേഷനിലേക്ക് വരാൻ പോവാ. ഞാൻ 2021 ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുമ്പോ ഇത്രയും കാര്യങ്ങളൊന്നും ഇല്ല ഇതില്. പക്ഷെ ഈ കമ്പനി ഓരോ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാം, 24ഓളം സർവീസ് അധികം വൈകാതെ നമ്മളിലേക്ക് കിട്ടുമ്പോ നാളെ ലോകം ഏറ്റെടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറും ഈ സേവ് ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പൊ ഇനി എങ്ങനെ നമുക്കിത് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം. വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ബിസിനസ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് നമുക്ക്. അതില് പോയിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ് റെസിപ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ കറക്റ്റ് അതിൽ പറയുന്നുണ്ട്. ആർക്കെങ്കിലും മനസ്സിലാവാത്തതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അതിന്റെ ഉപയോഗ രീതി റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും. കാരണം ഇത് എല്ലാവരും ഉപയോഗിക്കണം. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഏതൊരാളും ഉപയോഗിക്കണം. അവർക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. അപ്പൊ അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ പേയ്മെന്റ് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ട്യൂട്ടോറിയൽ കാണിക്കും. ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ വായിക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് സെറ്റിംഗ്സിൽ പ്രൊഫൈലിൽ പോയിട്ട് നേരത്തെ ഞാൻ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുന്നത് കാണിച്ചെന്നില്ലേ, അപ്പൊ മലയാളത്തിൽ വേണമെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഇംഗ്ലീഷിന്റെ പകരം ഇവിടെ മലയാളത്തിലാണ് ട്യൂട്ടോറിയൽ വരിക. നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. ഇപ്പൊ ഇതിൽ നമുക്ക് ആണ് പേയ്മെന്റ് ചെലവുകൾ ആഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നോട്ട്ബുക്കിലൊക്കെ നമ്മൾക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് എന്താ പറയാ, പേജ് കീറി കളയേണ്ടി വരും, അല്ലെങ്കിൽ വരഞ്ഞ് കളയേണ്ടി ഒക്കെ വരും അല്ലെ. ഇപ്പൊ ഞാൻ ഇത് നിങ്ങൾക്ക് അത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിലുള്ളത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യാം, തെറ്റിയിട്ടുണ്ടെങ്കിലോ വേണ്ടെങ്കിലോ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കിക്കോ. ഡിലീറ്റ് ബട്ടൺ ഇല്ലേ, ആ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. അപ്പൊ ഞാൻ ഇതിലുള്ള മൊത്തം ഡിലീറ്റ് ചെയ്യാണ്, ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഡിലീറ്റും ചെയ്യാം അപ്ഡേറ്റും ചെയ്യാം, അതാണ് കാണിക്കുന്നത്. കണ്ടാ, ഡിലീറ്റ് അപ്ഡേറ്റ്. തെറ്റിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇത് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ഒന്നും കൂടി ഞാൻ ബാക്കിലേക്ക് വരുന്നു. പേയ്മെന്റ് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇതേപോലൊരു പേജാണ് ഓപ്പൺ ആവുക നിങ്ങൾക്ക്. ഇതിൽ ഏറ്റവും താഴത്ത് റൈറ്റ് സൈഡിൽ കാണാം പ്ലസ് ബട്ടൺ. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് വരും. ഇപ്പൊ ഇന്ന് 29-ാം തീയതി, കറക്റ്റ്. ഇന്നത്തെ ചെലവുകൾ, ഇന്നിപ്പോ കാലത്ത് തുടങ്ങുമല്ലോ നമുക്ക് ചെലവുകൾ അല്ലെ. അപ്പൊ ആ ചെലവുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളത് നോക്കിക്കോളൂ. ഇപ്പം സെലക്ട് ആൻ അക്കൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഈ സെലക്ട് ആൻ അക്കൗണ്ടിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെലവുകൾ, ഇപ്പൊ ഇന്ന് മോർണിംഗിൽ നമ്മൾ മിൽക്ക് വാങ്ങിക്കുകയാണ്, പാല് വാങ്ങിക്കുകയാണ്. അപ്പൊ മിൽക്ക് എന്ന് അവിടെ വരും. മിൽക്ക് ബേക്കറി ഇതാണ് നിങ്ങളിൽ കാണിക്കുക. നിങ്ങൾക്ക് മിൽക്ക് എന്ന് മാത്രം എഴുതണമെങ്കിൽ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ മിൽക്ക് വാങ്ങിക്കുന്നു. മിൽക്ക് ഒരു 2 പാക്കറ്റ് ഒരു 60 രൂപയാണെന്ന് കുടിക്കും. 60 രൂപ. നമ്മൾ എന്തായാലും ക്യാഷ് എടുത്തിട്ട്, അതല്ലെങ്കിൽ ബാങ്കിൽ നിന്നാണല്ലോ പണം കൊടുക്കുക. ഒന്നെങ്കിൽ ക്യാഷ് കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് കൊടുക്കും, അതല്ലെങ്കിൽ മൊബൈലിലൂടെ നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ ചെയ്ത് കൊടുക്കും. രണ്ടായാലും കാശ് കൊടുത്താലല്ലേ സാധനം കിട്ടുന്നത്. ഓക്കെ, അപ്പൊ 60 രൂപ നമ്മൾ ക്യാഷ് എടുത്ത് വാങ്ങുകയാണെങ്കിൽ ക്യാഷ് ഒന്ന് സെലക്ട് ചെയ്യുക. എന്തിനാണെന്നറിയോ, നമ്മൾ ഇത് എങ്ങനെ കൊടുത്തു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ബാങ്കുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളായിട്ടൊന്നും ഒരു ബന്ധമില്ല കേട്ടോ. നമ്മൾ ഫിസിക്കലായിട്ട് ഒരു നോട്ട്ബുക്കിൽ ചെയ്യുന്നതിന് പകരം ഡിജിറ്റലായിട്ട് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ 60 രൂപ കൊടുത്തു. ഇവിടെ റീമാർക്കിൽ വേണമെങ്കിൽ നമുക്ക് 2 പാക്കറ്റ് എന്നോ അല്ലെങ്കിൽ ആരുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയെന്നൊക്കെ വേണമെങ്കിൽ ഇവിടെ എഴുതാം. എന്നിട്ട് ഒറ്റ ബട്ടൺ, ആ സേവ് ബട്ടൺ കാണുന്നില്ലേ, അതിമൊന്ന് അങ്ങ് ടച്ച് ചെയ്താൽ മതി. സേവ് ആയി കഴിഞ്ഞു. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, 29-ാം തീയതി മിൽക്ക് 60 രൂപ കൊടുത്ത് 60 രൂപ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു. അപ്പൊ ഇന്നത്തെ ചെലവ് കണ്ട, ഏറ്റവും താഴത്ത് ടോട്ടൽ 60 രൂപ. നമ്മൾ നോട്ട്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു 4-5 ചെലവ് കഴിഞ്ഞാൽ പിന്നെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ നിൽക്കണം. ഇത് ഓട്ടോമാറ്റിക് അവിടെ സംഭവിച്ചോളും. വീണ്ടും അടുത്ത ചെലവ് പ്ലസ് ബട്ടൺ യൂസ് ചെയ്യുക. നമ്മളിപ്പോ ട്രാവൽ ചെയ്യാണ്, പെട്രോൾ അടിക്കണം അല്ലെങ്കിൽ ഡീസൽ അടിക്കണം. അപ്പൊ പെട്രോൾ എന്നുള്ളത് PE അടിച്ചു കഴിഞ്ഞാല് പെട്രോൾ അവിടെ വരും. കണ്ടോ, പെട്രോൾ. അപ്പൊ പെട്രോൾ നമ്മൾ സെലക്ട് ചെയ്തു. എത്ര രൂപക്ക്? ഒരു 500 രൂപക്ക് പെട്രോൾ അടിക്കുകയാണ്. നമ്മൾ പമ്പിൽ പോയി.
പമ്പിൽ പോയിട്ട് നമ്മള് പെട്രോൾ അടിക്കുന്ന സമയത്ത് പിന്നെ എന്തായാലും ക്യാഷ് കൊടുക്കും, അതല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ എന്തായാലും മൊബൈൽ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടല്ലേ പേയ്മെന്റ് കൊടുക്കാൻ പറ്റുക ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ ആ സമയത്ത് സ്കാനർ നമ്മൾ അവിടുന്ന് നമ്മൾ QR കോഡ് വെച്ച് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതേപോലെ 500 രൂപ കൊടുത്തു, 500 രൂപ കൊടുക്കണം. ബാങ്ക് സെലക്ട് ചെയ്യുക. ബാങ്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ഒന്നിൽ കൂടുതൽ ബാങ്ക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാകും. പിന്നെന്താ പറയാ, ഇസാഫ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, കനറ ബാങ്ക്, ഇങ്ങനെ ഏത് ബാങ്കിൽ നിന്നാണ് പെട്രോൾ അടിക്കാൻ നമ്മൾ പണം കൊടുക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്കിന്റെ പേര് ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ താഴത്ത് രണ്ടാമത് കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിന്റെ പേര് ഇവിടെ കൊടുത്തിടുക. ഇപ്പൊ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്ക്, ഇസാഫ് ആണെങ്കിൽ ഇസാഫ്, വേറെ ഒന്നുമില്ല, ഇസാഫ് എന്ന് ടൈപ്പ് ചെയ്യുക, സേവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇവിടെ ആൾറെഡി എന്ന് കാണിക്കുന്നത് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടത് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. നിങ്ങളുടെ 1, 2, 3 ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ അത് കൊടുത്തിടുക. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടോ, ഇസാഫ്, SIB, ഫെഡറൽ ബാങ്ക് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏത് അക്കൗണ്ടിൽ നിന്നാണ് ക്യാഷ് കൊടുക്കുന്നത് സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഏത് പമ്പിൽ നിന്നാണ്, എടപ്പാൾ നിന്നാണോ പൊന്നാനി നിന്നാണോ എവിടെ നിന്നാണോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിടാം. എന്നിട്ട് സേവ് ബട്ടൺ കൊടുക്കുക. സേവ് ബട്ടൺ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ, Paytm ഒക്കെ ഓപ്പൺ ആകും. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഗൂഗിൾ പേന്ന് കാശ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് ആ പമ്പിലെ QR കോഡ് നമുക്ക് സ്കാൻ ചെയ്യാം, എന്നിട്ട് പേയ്മെന്റ് അയച്ചു കൊടുക്കാം. ഇനി അതെല്ലാം അങ്ങനെയല്ല ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഇവിടെ നോക്കി, ഞാൻ പേയ്മെന്റ് അയച്ചിട്ടില്ല, നമ്മൾ ഇനി കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ഇവിടെ അത് റെക്കോർഡായി. എന്താ ചെയ്ത, 29-ാം തീയതി പെട്രോള് 500 രൂപ ഇസാഫ് ബാങ്കിൽ നിന്ന് ക്യാഷ് കൊടുത്തു. അപ്പൊ ഇന്നിപ്പോ 29-ാം തീയതി ഇന്നത്തെ ചെലവ് നമുക്ക് എത്രയായിന്ന് അറിയോ, 560 രൂപയായി. 60 രൂപ നമ്മൾ മിൽക്ക് വാങ്ങിച്ചു, 500 രൂപക്ക് പെട്രോള്. ഇനി അടുത്തത് വീണ്ടും പ്ലസ് ബട്ടൺ. നമ്മളിങ്ങനെ പോകുമ്പോ നമ്മളോട് ആരെങ്കിലും ചാരിറ്റി പറയാം, അപ്പൊ ചാരിറ്റി സെലക്ട് ചെയ്യുന്നു. ചാരിറ്റി എത്ര രൂപ കൊടുത്തു, ഒരു 50 രൂപ കൊടുത്തു, ക്യാഷ് ആയിട്ട് കൊടുത്തു, സേവ്, അതും റെക്കോർഡായി. ഓക്കെ, ചാരിറ്റി 29-ാം തീയതി 50 രൂപ ക്യാഷ് കൊടുത്തു. വീണ്ടും നമ്മൾ പ്ലസ് ബട്ടൺ യൂസ് ചെയ്ത് അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു, ലഞ്ച്. ഉച്ചക്ക് നമുക്ക് ഇന്ന് ഫുഡൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല, അപ്പൊ നമുക്ക് ലഞ്ച് കഴിക്കണം. അപ്പൊ ലഞ്ച് എന്ത് ചെയ്യുന്നു, ഒരു 120 രൂപക്ക് നല്ല ഊണ് കഴിച്ചു. ഓക്കെ, ബാങ്കിൽ നിന്ന് കാശ് കൊടുത്തു. ഏത് അക്കൗണ്ടിൽ നിങ്ങൾ കൊടുത്തെങ്കിൽ ഫെഡറൽ ബാങ്കിൽ നിന്നാണ് ക്യാഷ് കൊടുത്തത്. ഏത് ഹോട്ടലിൽ നിന്ന് കഴിച്ചു, എന്ത് കഴിച്ചു കൊടുത്തു. ബാക്ക് പോയാൽ അതും റെക്കോർഡായി, എന്ത്, ലഞ്ച്. അതേപോലെ തന്നെ നമുക്ക് പിന്നീട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ആ ടൈമിൽ നമ്മൾ വെജിറ്റബിൾ വാങ്ങിക്കാന്ന് കൂട്ടിക്കോ, വെജ് വെജിറ്റബിൾ വാങ്ങിക്കുന്നു, വെജിറ്റബിൾ. അപ്പൊ ആ സമയത്ത് വെജിറ്റബിൾ എത്ര രൂപക്ക്, ഒരു 233 രൂപക്ക് വാങ്ങിച്ചു. ഓക്കെ, ബഡ്ജറ്റ് തെറ്റി കാണിക്കുന്നത്, അത് ബഡ്ജറ്റ് എഴുതി വെച്ചുകൊണ്ട് കാണിക്കുന്ന കേട്ടോ. 200 രൂപക്ക് നമുക്ക് എന്ത് ചെയ്തു, വെജിറ്റബിൾ വാങ്ങിച്ചു. ഓക്കെ, ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, ബാങ്ക് ആണെങ്കിൽ ബാങ്ക് സെലക്ട് ചെയ്തു. അപ്പൊ അതും നമ്മൾ റെക്കോർഡായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ഗ്രോസറി വാങ്ങിക്കുന്നു, അപ്പൊ ഗ്രോസറി എത്ര രൂപക്ക് വാങ്ങിക്കുന്നു, ഒരു 350 രൂപയ്ക്ക് വാങ്ങിക്കുന്നു. അതും നമ്മൾ ബാങ്കിൽ നിന്ന് കൊടുത്തു, സേവ്. ഇപ്പൊ നോക്കി, ഇങ്ങനെ കറക്റ്റ് നമ്മൾ നോട്ട് ചെയ്ത് പോകുമ്പോ എന്താ സംഭവിക്കുന്നത്, ഇന്ന് 29-ാം തീയതി നമ്മൾ ഗ്രോസറി വാങ്ങിച്ചു 350 രൂപയ്ക്ക്, വെജിറ്റബിൾ 200 രൂപയ്ക്ക്, ലഞ്ച് കഴിച്ചു പുറത്തുനിന്ന്, ചാരിറ്റി കൊടുത്ത 50 രൂപ, ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ 500 രൂപയ്ക്ക്, പാല് അതോ മിൽക്ക് വാങ്ങിച്ച 60 രൂപയ്ക്ക്, 1250 രൂപ ഇന്നത്തെ ചെലവ്. ഇനി നമ്മൾ ഇന്നലത്തേത് മറന്നു, 28-ാം തീയതി. 28-ാം തീയതി നമ്മൾ എഴുതാൻ വിട്ടുപോയി. ഇപ്പൊ ഒരു നോട്ട്ബുക്കിലാണെങ്കിൽ നമ്മൾ ഗ്യാപ്പിൽ എവിടെയെങ്കിലൊക്കെ പോയിട്ട് കൊള്ളിക്കണം. എന്നാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലസ് ബട്ടൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഏറ്റവും മുകളിൽ 29 ഡേറ്റ് കാണുന്നില്ലേ, ആദ്യമേ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 28 കാണാം. അപ്പൊ 28 സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഇന്ന് ഈ മീറ്റിംഗ് കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഓർമ്മയിലുള്ള നിങ്ങളുടെ ഇന്നലത്തെ ചെലവുകൾ എഴുതുക. മിനിയാന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ 27-ാം തീയതി സെലക്ട് ചെയ്തിട്ട് മിനിയാന്നത്തത് എന്ത് ചെയ്യുക, എഴുതുക. ഇങ്ങനെ നിങ്ങൾ ഒരു 2-3 ദിവസം ഇങ്ങനെ ചെയ്ത് പിന്നീട് നിങ്ങൾ ഒരു 1.5 മാസം ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ എക്സ്പെൻസ് നിങ്ങളൊന്നൊന്ന് നോട്ട് ചെയ്താൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എവിടെ ഇനി കൂട്ടണം, കുറയ്ക്കണം, എന്തൊക്കെ നമ്മൾ മാറ്റം വരുത്തണം എന്നുള്ളതൊക്കെ. ഇപ്പൊ ഞാൻ 28-ാം തീയതി നമ്മള് ഇത് മറന്നിട്ടുണ്ടായിരുന്നു.
ഇപ്പൊ മൊബൈൽ റീചാർജ്, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോ ഡ്രസ്സ് മിനിയാന്ന് 28-ാം തീയതി ഡ്രസ്സ് എടുത്ത് എത്ര രൂപയ്ക്ക് എടുത്ത്? 1500 രൂപയ്ക്ക്. അപ്പൊ നമ്മളത് ബാങ്കിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അക്കൗണ്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താ വാങ്ങിയ? ഷർട്ടാണോ, പാന്റാണോ, ചുരിദാറാണോ, എന്താണോ അത്? ഓക്കെ, അപ്പൊ അത് നമ്മൾക്ക് ബാക്കിൽ പോയാൽ കറക്റ്റ് ഓർഡർ പ്രകാരം വന്നിട്ടുണ്ടാവും. കണ്ടോ, താഴത്ത് കണ്ടോ, 1500 രൂപ ഡ്രസ്സ്. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും നമുക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതായത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ഭാഷയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ല, മിൽക്കിന്റെ പകരം പാലെന്ന് എഴുതാം. അതേപോലെ തന്നെ നമുക്ക് ഡ്രസ്സിന്റെ പകരം വേറെന്താണോ വാക്കുകളുണ്ട് അത് എഴുതാം. കപ്പട എന്താണോ അതൊക്കെ എഴുതാം. അതേപോലെ തന്നെ നമുക്ക് ഉച്ചഭക്ഷണം, ലഞ്ചിന് വേണമെങ്കിൽ ഉച്ചഭക്ഷണം എന്ന് എഴുതിക്കോ. അതേപോലെ തന്നെ വെജിറ്റബിളിന് പകരം നിങ്ങൾ പച്ചക്കറി എന്ന് എഴുതിക്കോ. അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ രീതിയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ ചെലവുകളെ ആഡ് ചെയ്യുന്നത്. രണ്ടാമത് റെസിപ്റ്റ്, നമ്മുടെ വരുമാനമാണ്. സെയിം മെത്തേഡ് തന്നെ. നിങ്ങൾ നമ്മുടെ വരുമാനം കിട്ടുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ അതിന്റെ ഒരു സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇതിൽ ഞാനുള്ളത് ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ പേയ്മെന്റ് കഴിഞ്ഞു, റെസിപ്റ്റ് യൂസ് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇതേപോലെ തന്നെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ പ്ലസ് ബട്ടണിൽ പോവുക. ഇപ്പൊ നമുക്ക് സാലറി കിട്ടുകയാണ് അല്ലെ? ഇപ്പൊ ഈ മാസം 1-ാം തീയതി 2-ാം തീയതി നിങ്ങൾക്ക് സാലറി കിട്ടി. അപ്പൊ ഞാൻ സാലറി സെലക്ട് ചെയ്തു. ഇപ്പൊ ഈ പ്രോഗ്രാം കേൾക്കുന്നവർക്ക് ഒരു 25,000 രൂപ സാലറിയോ 50,000 ഒക്കെ മേടിക്കുന്ന ആളുകളുണ്ടാവാം, പല ഇൻകം വാങ്ങിക്കുന്ന ആളുകളുണ്ടാവാം. ഓക്കെ, നമ്മൾ ഈ സാലറി കിട്ടുന്ന ടൈമിൽ നമുക്ക് ഒന്നുകിൽ ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ ബാങ്കിലേക്കായിട്ടാണ് കിട്ടുക. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മെസ്സേജ് വരികയാണ്, എന്ത്? കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് സേവ് ചെയ്യും. നമുക്ക് സേവ് ചെയ്യാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം, അത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 10% സേവ് ചെയ്യുക. ആർക്ക് വേണ്ടിയിട്ട്? ഈ കമ്പനിക്ക് വേണ്ടിയിട്ടല്ല, ഈ സിസ്റ്റത്തിന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളോട് ചോദിക്കും മൈ സേവിങ്. അപ്പൊ നമുക്ക് ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, മൈ കാർ, മൈ ഹോം എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് മുകളിലുള്ള പ്ലസ് ബട്ടൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തിലേക്കാണോ നിങ്ങൾ സേവ് ചെയ്യുന്നത്, ഒരു മക്കളുടെ കല്യാണത്തിനാണോ, അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കാണോ, എഡ്യൂക്കേഷനിക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഓൾ ടൂർ പോവാൻ വേണ്ടിയിട്ടാണോ, അതല്ലെങ്കിൽ ഒരു ആഗ്രഹിക്കുന്ന ഒരു കാറ് വാങ്ങിക്കാനാണോ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വീട് വെക്കാനാണോ, നിങ്ങൾ അതിന്റെ ഒരു പേര് നിങ്ങൾ ഇവിടെ കൊടുക്കുക. പ്ലസ് ബട്ടൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് നെയിം കൊടുത്തിട്ട് എന്ത് ചെയ്യാം? സേവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ? ഇപ്പൊ കിട്ടി 25,000 രൂപ സാലറി കിട്ടിയില്ലേ? ഒരു 2,000, 3,000, 5,000 എന്താണോ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്, 10 രൂപയെങ്കിൽ 10 രൂപ നിങ്ങൾ മാറ്റി വെക്കൂ. നാളെയിൽ ആ 10 എന്നുള്ളത് നിങ്ങൾക്ക് 100 ആക്കാനും 1000 ആക്കാനും 10,000 ആക്കാനും ഒക്കെ പ്രോഗ്രാമുകൾ ഇന്ന് നമ്മുടെ ഈ ലോകത്തുണ്ട്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ആദ്യം നമ്മൾ വേണ്ടത് 1 രൂപയെങ്കിലും സേവ് ചെയ്ത് പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മുടെ വരുമാനം നിങ്ങൾക്കിപ്പോ സേവ് ആപ്പിന് വരുമാനം കിട്ടുന്നുണ്ടാകാം, നിങ്ങൾ ചെയ്യുന്ന മറ്റുള്ള മേഖലയിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടാകാം. അതിൻ്റെതായ രീതിയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ സേവ് ആപ്പിൽ നിന്ന് ഇത്ര രൂപ, പ്രോയിൽ നിന്ന് ഇത്ര രൂപ, നമ്മുടെ മറ്റുള്ള ഇൻകങ്ങളിൽ നിന്ന് ഇത്ര രൂപ കിട്ടുന്നുണ്ട്, അതിൽ നിന്നൊക്കെ നിങ്ങൾ സേവ് ചെയ്ത് തുടങ്ങുക. അതിൻ്റെതായ രീതിയിലുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് പേയ്മെന്റും റെസിപ്റ്റും ഏകദേശം മനസ്സിലായി. ഇതേപോലെ തന്നെ വാലറ്റിൽ നമ്മൾ ഇതേപോലെ നമ്മളിപ്പോ ഒരു മാസത്തെ ഒരു വീട് ഒരു വീട് നിർമ്മിക്കുകയാണെന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് നമ്മൾ ഒരു 30,000 രൂപ 20,000 രൂപ നമ്മൾ ബഡ്ജറ്റ് കാണുന്നെന്നും കൂട്ടിക്കോ. നമ്മളത് ആദ്യം നമ്മളിവിടെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെലവാക്കുന്ന പണം അതിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് ഇനി നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരും. അടിപൊളി ഫീച്ചറാണ് വാലറ്റ്. ഒന്നും കൂടിയും പറയാം, ഇപ്പൊ എന്റെ പോക്കറ്റിൽ ഇത്ര രൂപ ഉണ്ട്, ഞാൻ വേറെ അക്കൗണ്ടിൽ നിന്നൊന്നും ക്യാഷ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ എന്റെ അക്കൗണ്ടിൽ ഇത്ര രൂപയുണ്ട്, കയ്യിൽ എത്ര ക്യാഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ആ ഒരു എമൗണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? നോട്ട് ചെയ്ത് വെക്കുകയാണ്. എങ്ങനെ നോട്ട് ചെയ്ത് വെക്കുകയാണ്? ഓക്കെ, സ്ക്രീൻ ഒന്ന് കട്ടായിട്ടുണ്ട്, ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതിങ്ങനെ നോട്ട് ചെയ്ത് നമ്മൾ ആ മൊത്തത്തിലുള്ള എമൗണ്ട് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് പോകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലും നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടെന്ന് നമുക്ക് ഓട്ടോമാറ്റിക് അറിയാൻ പറ്റും. അതിന് ഒരു സിസ്റ്റമാണ് വാലറ്റ്. അതേപോലെ തന്നെ ബഡ്ജറ്റ് ശരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഫീച്ചറാണ്. ഇപ്പൊ ഞാൻ പറയാറുണ്ട്,
അല്ലെ നല്ല ബിസിനസ് അല്ലെങ്കിൽ നല്ല വരുമാനമുള്ള ആളുകളൊക്കെ, ഇനി വരുമാനം ഇല്ലാത്തവരും കാണാം, ബഡ്ജറ്റ് ഒരു പ്ലാനിങ് ഉണ്ടാവില്ല ഒരാൾക്ക്. ഈ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരാൾ എവിടെ എത്തിപ്പെടാത്തത്. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, നമുക്കിപ്പോ ഒരു ചില ആളുകൾ നമ്മൾ കാണുമ്പോ ഇങ്ങനെ ചാരിറ്റി ഒക്കെ കൊടുക്കും. കയ്യിൽ കാശില്ലെങ്കിലും ഉള്ളിടത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് ചാരിറ്റി കൊടുക്കും. അങ്ങനെ കൊടുക്കാനൊന്നും ആരും പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് പ്ലാനിങ് വേണം. ഒരു മാസം ഞാൻ 1000 രൂപ ചാരിറ്റി കൊടുക്കുന്നു, എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് അല്ലെങ്കിൽ വരുമാനത്തിൽ നിന്ന് ഒരു 1000 രൂപ ചാരിറ്റി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇത്ര രൂപ ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി മാറ്റുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ചാരിറ്റി 1000 രൂപയാണ് നിങ്ങൾ മാറ്റി വെക്കുന്നതെങ്കിൽ 1000 രൂപ എന്നുള്ളത് ആയാൽ സ്റ്റോപ്പ് ചെയ്യണം. 1001 ആകുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് തെറ്റും. ഇപ്പൊ നമ്മൾ 50 രൂപ, 100 രൂപ, 10 രൂപ, 20 രൂപ, 50 രൂപ, 100 രൂപ, 200 ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തു പോകുന്നു. 1000 ആയാൽ അവിടെ അങ്ങ് കട്ട് ചെയ്യണം. 1001 ആവരുത്. അതെങ്ങനെ നമുക്ക് ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം? ഇപ്പൊ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. സെലക്ട് ആൻ അക്കൗണ്ട്. ഉദാഹരണത്തിന് ചാരിറ്റി സെലക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കണ്ടോ 1000 രൂപ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും 1000 രൂപ. ഈ 1000 രൂപ എന്നുള്ളത് നമ്മൾ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ പോകുമ്പോ 1001 ആകുമ്പോ നമ്മുടെ സിസ്റ്റം നമുക്ക് വാർണിംഗ് തരും. നിങ്ങളുടെ ബഡ്ജറ്റ് ഓവറാണ്, നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത് എന്നുള്ളത് ഈ സിസ്റ്റം നമ്മളോട് പറഞ്ഞു തരും. ഇപ്പൊ അത് എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ഇതേപോലെ എല്ലാ കാര്യത്തിലും ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക. ഇവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിൽ കാണിക്കുന്നില്ല. ഇതിനൊക്കെ നമുക്കൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്തെന്ന് കൂട്ടിക്കോ. ഇങ്ങനെ ഒരു ബഡ്ജറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പേയ്മെന്റിൽ പോയിട്ട് ഇപ്പൊ നമ്മൾ ചെലവ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ചാരിറ്റി, ഇപ്പൊ ഇവിടെ നമ്മളൊരു 50 രൂപ ചാരിറ്റി കൊടുത്തു, ഈ മാസം വേറെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ചാരിറ്റി നമുക്ക് 1000 രൂപയാണ് അല്ലെ, 950 രൂപ. 50 രൂപ ഓൾറെഡി ഇപ്പൊ ഇന്ന് നേരത്തെ ഞാൻ കാണിച്ചല്ലോ. പിന്നെ ബാലൻസ് 950 രൂപയാണുള്ളത്. 950 രൂപ വരെ 10, 20, 50, 100, 500 ഒക്കെ ആയിട്ട് അങ്ങ് കൊടുത്താൽ 951 ആകുമ്പോ കാണിക്കുന്നത് കണ്ടോ, ബഡ്ജറ്റ് ഓവറാണ്. റെഡ് കളറിൽ അവിടെ മെസ്സേജ് കാണിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബഡ്ജറ്റ് കറക്റ്റ് ഓരോന്നിനും സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യണം. ഇപ്പൊ ഞാനൊക്കെ എന്റെ പല കാര്യങ്ങളും ബഡ്ജറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാറുണ്ട്, കാറ് മാസത്തിൽ 4 പ്രാവശ്യമാണ് എന്ത് ചെയ്യുള്ളൂ, വാട്ടർ സർവീസിന് വേണ്ടിയിട്ട് കൊണ്ടിട്ട് കൊടുക്കുള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ മാസത്തിൽ 4 പ്രാവശ്യം കൊടുക്കുള്ളൂ. ആ 4 പ്രാവശ്യം ഞാൻ അവർക്ക് ഒരു പണം കൊടുക്കുക, അല്ലെങ്കിൽ ഒരെണ്ണം 1600 രൂപ, ഒരെണ്ണത്തിന് 28, 2800 രൂപ. അപ്പൊ ആ ഒരു എമൗണ്ടിൽ വിട്ടിട്ടുള്ള പരിപാടി ഇല്ല. ബാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചളിയൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അഴുക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കഴുകും. സൗകര്യം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ എപ്പോഴും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തല്ലോ, പൈസ ഉണ്ട് എന്ന് വിചാരിച്ച് അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ല. നമുക്കൊരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരാൾക്കും എവിടെയും എത്തിപ്പെടാൻ പറ്റാത്തത്. അപ്പൊ അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതേപോലെ തന്നെ ബില്ലിങ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ ബില്ല് നിർമ്മിക്കാം. എങ്ങനെയാണ് ഡിജിറ്റൽ ബില്ല് നിർമ്മിക്കാം? ബില്ലിങ്ങില്ലേ, അതിന് മുന്നേ നമുക്കൊരു കമ്പനിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാം. ആദ്യം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ നല്ല മഴ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല സൗണ്ടിന്റെ ബുദ്ധിമുട്ടൊക്കെ ഇവിടെ ഉണ്ട്. എന്നാലും ഞാൻ ക്ലാരിറ്റി ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് കണ്ടിന്യൂ ചെയ്യാണ്. എങ്ങനെയാണ് ബില്ല് നിർമ്മിക്കുക എന്നുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചോ. റൈറ്റ് സൈഡിൽ മുകളില് ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നില്ലേ, അതിന്മേൽ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം, രണ്ടാമത് പ്രൊഫൈലിന്റെ തൊട്ട് താഴത്ത് കാണാം ബില്ല് എന്ന് കാണാം, ബില്ലായിട്ട് ആദ്യമേ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കമ്പനിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ നെയിം എഴുതുക. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഒക്കെ പേരില്ലേ, അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അഡ്രസ്സ് ഇതൊക്കെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാട്ടോ. കറക്റ്റ് നല്ല ചെറിയ സ്റ്റിക്കറൊക്കെ വെച്ച് അടിപൊളിയായിട്ടൊക്കെ നിങ്ങൾ ചെയ്തോ. ഇവിടെ നിങ്ങൾക്ക് അല്ലെ അഡ്രസ്സ്, ഫുള്ളായിട്ടുള്ള അഡ്രസ്സ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിപ്പോവാണ്, ബാക്കിയൊക്കെ നിങ്ങൾ ഇത് മനസ്സിലാക്കി ചെയ്തോളാം. മലപ്പുറം, അതേപോലെ തന്നെ ഫുൾ അഡ്രസ് എന്തൊക്കെയാണുള്ളത്. അതേപോലെ തന്നെ മൊബൈൽ നമ്പർ, നിങ്ങൾക്ക് എത്ര മൊബൈൽ നമ്പർ ഉണ്ടോ ആ മൊബൈൽ നമ്പർ ഒക്കെ കൊടുക്കാം. അഡ്രസ്സിന് അവിടെ ഫുള്ളായിട്ട് കൊടുക്കാട്ടോ.
ഫുള്ളായിട്ടുള്ള അഡ്രസ്സ് നിങ്ങൾക്ക് കൊടുക്കാം. അത് എത്ര കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കൊടുത്തോ. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പൊ നമ്മുടെ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ അപ്ഡേറ്റ് ആയി ഉണ്ടാകും. അതിനുശേഷം ബില്ലിംഗ് എടുക്കുക. ബില്ലിങ്ങിൽ പോയിട്ട് നമുക്ക് വായിച്ചു നോക്കാം വേണ്ടവർക്ക്. അതല്ലെങ്കിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്ലസ് ബട്ടണിൽ പോവുക. പ്ലസ് ബട്ടണിൽ പോയിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ മുകളിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമറുടെ പേര്, ഇപ്പൊ നമ്മൾ ആർക്കാണോ ബില്ല് കൊടുക്കുന്നത് ആ ബില്ലിന്റെ ആളുടെ പിന്നെ പേര് ഇവിടെ, ആ കസ്റ്റമറുടെ പേര് ഇവിടെ നമുക്ക് എഴുതാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് നൗഷാദ്, ഇപ്പൊ ഒരു കസ്റ്റമർ, ഓക്കെ, കസ്റ്റമർ ആണ്, സേവ് ചെയ്തു. അപ്പൊ കസ്റ്റമറുടെ പേര് അവിടെ വന്നു. എത്ര രൂപയുടെ ബില്ലാണ് കൊടുക്കുന്നത്? അപ്പൊ ആ ഒരു 5000 രൂപയുടെ ബില്ല്, ഓക്കെ, ഒരു 4000 രൂപയുടെ ബില്ലാണ് കൊടുക്കുന്നത്, കുടിക്കോ 4000 രൂപ. ഓക്കെ, അതിനുശേഷം സെലക്ട് എൻ അക്കൗണ്ട്, ഇൻകം അക്കൗണ്ട്. നമ്മളിവിടെ ഇൻകം അക്കൗണ്ട്, ഇൻകം ഫ്രം ബിസിനസ് സെലക്ട് ചെയ്യാം. അതിനുശേഷം എന്തിനാണ് ഈ 4000 രൂപ കൊടുക്കുന്നത് അതിന് നമുക്ക് എഴുതാം. ഇപ്പൊ എന്താണ്, ഇപ്പൊ നമുക്കറിയാം ഒരു RTP വരുന്നുണ്ട്, RTPയുടെ എമൗണ്ട് ആണെന്ന് കുട്ടിക്കോ. അത് എന്തിനാണ് ഏതാന്നുള്ള എല്ലാ റിമാർക്കും ഇവിടെ എഴുതാം. എന്നിട്ട് സേവ് ചെയ്യാം. സേവ് കഴിഞ്ഞു. ഇനി എന്താ വേണ്ട, റൈറ്റ് സൈഡിൽ മുകളിൽ ഒരു ആരോ മാർക്ക് കാണുന്നില്ലേ, അതിന്മേ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിഞ്ഞ് യെസ് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ബില്ലായി. ഇത് നല്ല അടിപൊളിയായിട്ട് ചെയ്യാട്ടോ, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ അത് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യാം, ആ കസ്റ്റമർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഡിജിറ്റൽ ബില്ല് നമുക്ക് എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും, അങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല. അവിടെ ഡേറ്റ് വരും, ഇന്നത്തെ ഡേറ്റ് അവിടെ വന്നു അല്ലെ, നമ്മുടെ സ്ഥാപനത്തിന്റെ ഒക്കെ പേര്, ഫോൺ നമ്പർ, കസ്റ്റമറുടെ പേര്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഡിജിറ്റൽ ബില്ലിങ്. അതേപോലെ തന്നെ പിന്നീട് ഞാൻ പറഞ്ഞല്ലോ അസറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമുക്ക് കറക്റ്റ് പ്ലസ് ബട്ടണിൽ പോയിട്ട് അത് ഓക്കെ കൊടുത്ത് നമുക്ക് ട്യൂട്ടോറിയലൊക്കെ വായിച്ചു നോക്കി യൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് കറക്റ്റ് നമുക്ക് അതിൻ്റെതായ, ഇപ്പോ നമുക്ക് അസറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ പല കാര്യങ്ങളില്ലേ, നമുക്ക് ലാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പണം ടാക്സ് അടക്കാനും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഈ അസറ്റ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ ലയബിലിറ്റി എന്ന് പറയുന്നതും നമുക്ക് ആ രീതിയിൽ തന്നെ എല്ലാം പ്ലസ് ബട്ടണിൽ തുടങ്ങുന്ന കാര്യമാണ്. എല്ലാം പ്ലസ് ബട്ടണിൽ. നമുക്ക് EMI ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇനി എത്ര അടക്കാനുണ്ട്, ഇനി ആർക്ക് കൊടുക്കാനുണ്ട്, എവിടെയൊക്കെ കൊടുക്കാനുണ്ട്, എപ്പൊക്കെ കൊടുക്കാനുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇതിൽ സ്റ്റെപ്പ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാൻ അടുത്ത പ്രോഗ്രാമിൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരും, പഠിപ്പിച്ചു തരും. അതേപോലെ തന്നെ ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ്, പാസ്വേഡ് മാനേജർ, ഡോക്യുമെന്റ് മാനേജർ, ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇതിന്റെ വീഡിയോസ് ഞാൻ പറഞ്ഞല്ലോ ബിസിനസ് പോയിന്റിലുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഡ്രീം കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുക. വിസിറ്റിംഗ് കാർഡ് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ചെയ്യാം. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമാണ് ഇതെന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ഞാൻ പറഞ്ഞു പോയത് കൊണ്ടൊന്നും ആയില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഓരോ സ്റ്റെപ്പ് ആയിട്ട് നിർബന്ധമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് പേയ്മെന്റ് റെസിപ്റ്റ്, വരവ് ചെലവ് കണക്കുകൾ. നിങ്ങൾ ഏതൊരു പ്രോഗ്രാം ചെയ്യുന്നവരാണെങ്കിലും ഏതൊരു ജോലി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളത് ഉപയോഗപ്പെടുത്തണം. ഇന്ന് ഒരുപാട് പേര് അത് ഉപയോഗിച്ച് നല്ല രീതിയിൽ അവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ റിസൾട്ടുകൾ നമ്മൾ ദിവസം തോറും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ നല്ലൊരു മഴ ഉള്ളത് കൊണ്ടും നല്ലോണം ഡിസ്റ്റർബൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ഇന്ന് സംസാരിക്കുന്നില്ല. വലിയൊരു അവസരമാണ്, എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റും. നമ്മൾ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിലൂടെ ഒരു വരുമാനം വാങ്ങിച്ച് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഞാൻ നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ 1% പോലും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലൊക്കെ നമുക്ക് എങ്ങനെ മാറ്റം കൊണ്ടുവരാം, അതിന് ഈ സേവ് ആപ്പ് നമ്മെ എങ്ങനെ സഹായിക്കുന്നു, എങ്ങനെ നമുക്കൊരു ഡിജിറ്റൽ ബില്ലുണ്ടാക്കാൻ എങ്ങനെ ഒരു ഡിജിറ്റൽ വെബ് കാർഡ് ക്രിയേറ്റ് ചെയ്യാം,
അത് നമ്മൾ ചെയ്യുന്ന ജോലിയെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും നമുക്ക് ഡിജിറ്റൽ വെബ് കാർഡ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ ഒരു QR കോഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ കാറിലോ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ നമുക്ക് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ A to Z കാര്യങ്ങൾ അത് ദിവസം നമുക്ക് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പല രീതിയിലുള്ള ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡുകൾ ഉണ്ടാക്കാൻ പറ്റും, ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ക്ലബ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നല്ല രീതിയിൽ പോക്കറ്റ് മണി, അത് നല്ല രീതിയിൽ വരുമാനം വാങ്ങിച്ച് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ലൊരു പ്രോഗ്രാമാണ്. ഇതൊരാളെയും വേദനിപ്പിക്കുന്ന പ്രോഗ്രാം അല്ല. ഇത് മറ്റുള്ള പ്രോഗ്രാമുകളെ പോലെ തട്ടിക്കൂട്ടി കൊണ്ടുവന്ന പ്രോഗ്രാം അല്ല. 28 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയുടെ 38 വർഷം IT മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഈ കമ്പനിയുടെ MD മിസ്റ്റർ രാമചന്ദ്രൻ പാലിശ്ശേരി. അടുത്ത മാസം 18-ാം തീയതി നമുക്ക് എല്ലാവർക്കും, നമ്മൾ, നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ടീം എല്ലാവരും കൂടിയിട്ട് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1500 പേര് പങ്കെടുക്കുന്ന പ്രോഗ്രാം തൃശ്ശൂരില് ഒരു ഓഡിറ്റോറിയത്തില് പ്രോഗ്രാം സെറ്റാണ്. അടുത്ത മാസം 18-ാം തീയതി ശനിയാഴ്ചയാണെങ്കിൽ ഈ ഒരു അവസരത്തില് ഈ 400-ന് മുകളിൽ പങ്കെടുക്കുന്ന ആളുകളെ, നിങ്ങളെയും നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ടീം എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു. നാളെ ലോകം ഏറ്റെടുക്കാൻ പോകുന്ന ഈ പ്രൊഡക്റ്റ് നമ്മളിലേക്ക് തന്ന ഈ കമ്പനിയുടെ MDയും പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ അദ്ദേഹത്തിനെ നിങ്ങൾ നേരിട്ട് കാണണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. കൃത്യമായിട്ട് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നു, ഉറപ്പിച്ച് പറയുന്നു, നാളെ ലോകം ഏറ്റെടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ്. അതിലൊരു സംശയമില്ല, ഒരു തർക്കമില്ല കാര്യത്തില്. അത് നമ്മളിൽ നിന്ന് ആരംഭിക്കുന്ന കമ്മ്യൂണിറ്റി ആവണം എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സിസ്റ്റത്തിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ എന്താണോ, ചെറുതാണോ വലുതാണോ, എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നു, ഈ ഒരു 6 മണിയുടെ പ്രോഗ്രാം നിർത്തുന്നു. ഇന്നറിയാലോ, ഇന്ന് 5 മണിക്ക് തുടങ്ങിയതാണ് പ്രോഗ്രാം. 5 to 6, അത് കഴിഞ്ഞ് 6 to 7. അപ്പൊ ഇനി 11 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. ഇങ്ങനെ ഓരോ പ്രോഗ്രാമുകളും നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തണം. നമുക്ക് എല്ലാവർക്കും വിജയിക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങള്, നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മുടെ ഈ പ്രൊഡക്റ്റുമായിട്ടും ഈ സിസ്റ്റത്തുമായിട്ടും നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് ഇന്ന് നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ 1024 പേരുള്ള ഗ്രൂപ്പുണ്ട്, 584 പേരുള്ള ഗ്രൂപ്പുകളുണ്ട്. അതിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾക്ക് ഇനി എന്താണോ ഈ സിസ്റ്റത്തിൽ നിന്ന് വേണ്ടത് അത് ചോദിച്ച് നിങ്ങൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൾ. താങ്ക് യു സർ. താങ്ക് യു. Thank you, sir. Thank you. Okay, thank you. Thank you, sir. Thank you Thank all. you. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you. Thank you, sir. Thank you very much. Thank you so much. Thank you, sir. Thank you. Thank you, sir. Thank you. Thank you. Thank you, sir. Thank you, sir. Thanks all. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Yes, sir. Thank you. Thank you, sir. Thank you, sir.